PV അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം LDF-ൽ നിന്ന് വിട്ടു എന്ന് മാത്രമല്ല LDF-ന്റെ ഭരണത്തിന്റെ ശക്തനായ എതിരാളി എന്ന രീതിയിൽ ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. എന്നാൽ അദ്ദേഹം UDF-ലേക്ക് എത്തിയിട്ടില്ല. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അൻവർ കോൺഗ്രസിലേക്കോ UDF-ലേക്കോ അല്ലെങ്കിൽ UDF-ലേക്കോ അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സന്ദീപ് വാര്യർ വന്നു, സ്വീകരിച്ചല്ലോ. ഇവിടെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ആരുമായും ചർച്ച ചെയ്യാതെ അൻവർ പോയിട്ട് തൃണമൂലിൽ ചേർന്നു. തൃണമൂല് ഇന്ത്യ സഖ്യത്തിലാണെന്നാണ് പേരെങ്കിലും പലപ്പോഴും കോൺഗ്രസിനെ നിലപാടുകൾക്കെതിരാന്ന് മാത്രമല്ല പലയിടത്തും കോൺഗ്രസ്സുകാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാർട്ടി കൂടിയാണ് തൃണമൂല്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ത്രിപുരയിൽ കോൺഗ്രസ് എന്ന് പറയും MLA ചാടിച്ചു കൊണ്ടുപോയത് തൃണമൂലാണ്. പക്ഷെ അവർക്ക് നിലനിർത്താൻ പറ്റിയില്ല, അവർ BJP-കാരൻ കൊണ്ടുപോയി. അതുപോലെ തൃണമൂലും പോയി, കോൺഗ്രസും പോയി, BJP-യുടെ കയ്യിലായി ത്രിപുര. ഇപ്പോൾ കേരളത്തിൽ അവരുടെ 2 നേതാക്കന്മാർ വന്നു ഈ അൻവറിൻ്റെ ഫംഗ്ഷനിൽ. ഈ 2 പേരും പ്രസംഗത്തിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു, BJP-നെ അല്ല. അപ്പം അൻവറിൻ്റെ പാർട്ടി UDF-ൽ വരുന്നതിനോടാണ് എതിർപ്പ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ദേശീയ നേതൃത്വത്തിൻ്റെ പെർമിഷൻ വേണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ്. പക്ഷേ എന്ന് വിചാരിച്ച് അൻവറിനെ ഞങ്ങൾ കൈവിടാനും പോകുന്നില്ല. അതും കൂടെ നോക്കണമല്ലോ. അതിൻ്റെ അതെങ്ങനെ വേണമെന്നുള്ള ചർച്ച നടക്കുകയാണ്. അപ്പോൾ അതിൽ 2 കാര്യമുള്ളത്. ഒന്ന്, നിലമ്പൂർ ബൈ ഇലക്ഷൻ ചിലപ്പോൾ വേഗം വരാൻ സാധ്യതയുണ്ട്. അൻവറുമായിട്ട് ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ട് UDF തീരുമാനിക്കേണ്ട കാര്യമാണെങ്കിലും അൻവറിൻ്റെ അവിടുത്തെ 8 വർഷത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നേട്ടങ്ങളുണ്ടല്ലോ, അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ട്. ബാക്കി കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ ഒരു കൺക്ലൂഷനിലെത്തും.